ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഹർ ഘർ തിരംഗ പരിപാടിയോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ആവശ്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ 5 അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. പ്രദേശങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഹർ ഘർ തിരംഗ പരിപാടിയോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് രാവിലെ നടന്ന ഹർ ഘർ തിരംഗ ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആസാദി കാ അമൃത് മഹോത്സവിനോടനുബന്ധിച്ച് ആരംഭിച്ച ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ ഇപ്പോൾ വലിയ പ്രചാരം നേടിയതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, കിരൺ റിജിജു എന്നിവർ സന്നിഹിതരായിരുന്നു. ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തിരംഗ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ യാത്രയിൽ പങ്കെടുക്കും. ഹർ ഘർ തിരംഗ അഭിയാന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കണ്ണൂരിൽ കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് റാലി നടത്തും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ മലപ്പുറം ജില്ലയിലെ ചാലിയാറിലെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുന്നു. മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള പ്രദേശങ്ങളിലാണ് പരിശോധന. മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ശേഖരിച്ച DNA സാമ്പിളുകളുടെ ഫലം ഉടൻ പൂർത്തിയാകും. കാണാതായവരുടെ ബന്ധുക്കളിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളുകൾ ക്രോസ് മാച്ച് ചെയ്യുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ 5 അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായി ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ട്. ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ സംഘം പരിശോധിക്കും. ദുരന്ത സാഹചര്യവും ഉരുൾപൊട്ടലിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് സംഭവിച്ചതെന്നും വിലയിരുത്തിയ ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. പ്രദേശത്തെ അനുയോജ്യമായ ഭൂവിനിയോഗവും വിദഗ്ധ സംഘം ശുപാർശ ചെയ്യും. മേപ്പാടിയിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചെമ്പ്ര മലയുടെ താഴ്വര പ്രദേശങ്ങളിൽ താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കോട്ടനാട് സ്കൂളിലും ചുണ്ടേൽ സ്കൂളിലുമാണ് ക്യാമ്പുകൾ ആരംഭിച്ചത്. പുലർച്ചെയോടെ മഴയ്ക്ക് ശമനമായി. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ആവശ്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്യമൊന്നാകെ വയനാടിനൊപ്പമുണ്ടെന്നും ഗവർണർ പറഞ്ഞു. Honorable Prime Minister, he said that make a long-term plan for the rehabilitation of the victims, and he assured that constraint on resources will not come in way of rehabilitation of all the victims of the Wayanad landslide. Now it is for the state government to make a detailed plan. People are also coming forward in a big way and helping, and all over the country people share the pain and grief of the Wayanad people. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി വെള്ളിയാഴ്ച പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്തിൽ വെച്ചുതന്നെ കഴിയുന്നത്ര രേഖകൾ പുനഃസൃഷ്ടിച്ചു നൽകാനാണ് ശ്രമം. റവന്യൂ, സിവിൽ സപ്ലൈസ്, വിദ്യാഭ്യാസം, മോട്ടോർ വാഹനം, സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണം, കൃഷി, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ക്യാമ്പിലുണ്ടാകും. പ്രത്യേക അദാലത്ത് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണെന്നും അല്ലാത്ത അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടാകുന്ന ഉരുൾപൊട്ടലിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട്ടെ വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വയനാട് പുനരധിവാസത്തെക്കുറിച്ചും വിലങ്ങാട് പാക്കേജിനെക്കുറിച്ചും മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതായി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
സപ്ലൈകോ ഓണച്ചന്തകൾ അടുത്ത മാസം 4-ന് തുടങ്ങുന്നത് സംബന്ധിച്ച് ചർച്ച നടത്താൻ മന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ നാളെ യോഗം ചേരും. ഓണക്കാലത്ത് വിലക്കയറ്റവും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനുള്ള യോഗം ഇന്നും ചേരുന്നുണ്ട്. കളക്ടർമാർ, ഭക്ഷ്യ സെക്രട്ടറി, സിവിൽ സപ്ലൈസ് കമ്മീഷണർ, സപ്ലൈകോ CMD, ലീഗൽ മെട്രോളജി അധികൃതർ, ജില്ലാ സപ്ലൈ ഓഫീസർമാർ എന്നിവർ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ച് സ്പിരിറ്റ് കടത്ത്, വ്യാജമദ്യ ഉൽപാദനം, വിപണനം, മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിനായി നാളെ മുതൽ സെപ്റ്റംബർ 20 വരെ എക്സൈസ് വകുപ്പ് പ്രത്യേക പരിശോധന സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം, സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. അതിർത്തികളിലും ചെക്ക് പോസ്റ്റുകളിലും വാഹന പരിശോധനയും പട്രോളിംഗും കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അന്തരിച്ച കാലിക്കറ്റ് സർവകലാശാല മുൻ അത്ലറ്റിക്സ് പരിശീലകൻ KN ശിവശങ്കര കൈമളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. പാമ്പാടി ഐവർ മഠത്തിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇന്നലെ എറണാകുളത്തായിരുന്നു അന്ത്യം. 1970 മുതൽ 2003 വരെ കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് പരിശീലകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ 21 തവണ കാലിക്കറ്റ് സർവകലാശാലയെ ചാമ്പ്യന്മാരാക്കി. PT ഉഷ, MD വത്സമ്മ, മേഴ്സി കുട്ടൻ, അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. നെൽ കർഷകർക്ക് ഭീഷണിയായ ഓല ചുരുട്ടിപ്പുഴുവിനെ നശിപ്പിക്കാൻ സഹായിക്കുന്ന കടന്നൽ വർഗത്തിൽപ്പെട്ട മിത്രകീടമുട്ടകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് കൊല്ലം ചിറക്കരയിൽ തുടക്കമായി. ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഓലചുരുട്ടിപ്പുഴുവിന്റെ മുട്ടകൾ ഭക്ഷിച്ച് അവയുടെ വംശവർദ്ധനവ് തടയുന്ന ചെറിയ കടന്നലുകളെയാണ് മിത്രകീടമായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ മിത്രകീടങ്ങളുടെ മുട്ടകൾ കാർഡുകളായാണ് കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുക. മുട്ട വിരിഞ്ഞിറങ്ങുന്ന കടന്നൽ ലാർവകൾ ഓലചുരുട്ടിപ്പുഴുവിന്റെ മുട്ടകൾ ഭക്ഷണമാക്കും. ചിറക്കര കൃഷിഭവൻ ലീഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ട്രൈക്കോ കാർഡ് എന്നറിയപ്പെടുന്ന മിത്രകീട പ്രയോഗം ചിറക്കരയിൽ സാധ്യമാക്കിയത്. തേമ്പ്രയിലയിലാണ് ആദ്യമായി കാർഡുകൾ നിക്ഷേപിച്ചത്. കടന്നൽ വർഗത്തിൽപ്പെട്ടവയെങ്കിലും നിരുപദ്രവകാരികളാണ് ഈ മിത്രകീടം. ബയോ കൺട്രോൾ ലാബ്, പാരസൈറ്റ് ബ്രീഡിംഗ് ലാബ് എന്നിവിടങ്ങളിലാണ് മുട്ടക്കാർഡുകൾ സജ്ജമാക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനം വിലക്കി. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. മലയാളിയും ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ് അടക്കമുള്ള താരങ്ങൾക്ക് വിമാനത്താവളത്തിനു പുറത്ത് ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. വെങ്കല മെഡൽ നേടിയ ഹോക്കി താരങ്ങളെ കാണാൻ നിരവധി ആരാധകരാണ് എത്തിയത്. രാജ്യം മുഴുവൻ ഈ വിജയത്തിൽ അഭിമാനിക്കുന്നതായി ടീം പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ നടന്ന 40ാമത് സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ ആന്ത്രോത്ത് ദ്വീപ് ചാമ്പ്യന്മാരായി. സമനിലയിൽ കളി അവസാനിച്ച ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ആന്ത്രോത്ത് ദ്വീപിന്റെ ജയം. 9 ദ്വീപുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത്. വിദ്യാഭ്യാസ, കായിക, യുവജനക്ഷേമ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ISRO രൂപകൽപ്പന ചെയ്ത ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 08ന്റെ വിക്ഷേപണം ഈ മാസം 16-ന് നടക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:17-നാണ് വിക്ഷേപണം. ഈ മാസം 15-ന് വിക്ഷേപണം നടക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. കൊച്ചിയിൽ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ മകന്റെ വീട്ടിൽ NIAയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടന്നു. ഹൈദരാബാദിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് സൂചന. 8 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് എത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 189 പോയിന്റ് താഴ്ന്ന് 79,459-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 53 പോയിന്റ് നഷ്ടത്തിൽ 24,293-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 6,565-ഉം പവന് 52,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഹർ ഘർ തിരങ്ക പരിപാടിയോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് ആവശ്യമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ 5-അംഗ വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. പ്രദേശങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകൾ വിലയിരുത്തും. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഉജ്ജ്വല വരവേൽപ്പ്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.